പറവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത് അമിത രക്തസ്രാവത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാവ്യയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ആശുപത്രി രേഖകളും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ച ശേഷം കൂടുതൽ നടപടിയെന്ന് പോലീസ്. 52 പ്രസവം കഴിഞ്ഞ കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയിക്കണില്ല, പ്രസവം കഴിഞ്ഞെന്ന് പറയാനുണ്ടെന്നല്ലാതെ കാണിക്കാനൊന്നും അറിയിക്കണില്ല. കുറേ കഴിഞ്ഞാണ് അത് ബ്ലീഡിംഗ് ആണെന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയാണെന്ന് നമ്മളോട് പറയണത്. അതിനുശേഷം ഗർഭപാത്രം എടുത്ത് കളയണം എന്നുള്ള സമ്മതപത്രം നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടും നമ്മൾ പലവട്ടം ചോദിച്ചു അവൾ ഓക്കെയാണ്. നമ്മൾ പല നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ചോദിച്ചിട്ടും അവർ അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായില്ല. വീണ്ടും ഒരു 6 മണി കഴിഞ്ഞപ്പോൾ അവർ വെന്റിലേറ്ററിൽ കൊണ്ടുപോകണ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴും അവിടുത്തെ വെന്റിലേറ്റർ തന്നെ വയ്ക്കാനാണ് അവർ പറയണത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആസ്റ്ററിലേക്ക് അവർ വിട്ടുതരാൻ തയ്യാറായത്. അവർ പറയണത് അവിടെ ഓക്കെയാണ്, അവരുടെ അനാസ്ഥ തന്നെയാണ് കൂടുതൽ സംഭവിച്ചേക്കുന്നത്. ബിനിൽ ചേരുന്നുണ്ട് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ യുവതിയുടെ വീട്ടിൽ നിന്നും. ബിനിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമിത രക്തസ്രാവം എന്നാണ് ഉള്ളത്. ഇനിയെങ്കിലും ഇത് ചികിത്സാ പിഴവാണ്, ശ്രദ്ധക്കുറവാണ് എന്നത് ആശുപത്രി അധികൃതരും ഡോക്ടറും മറ്റും സമ്മതിക്കുമോ എന്ന കാര്യത്തിലാണ് സംശയം. പല സംഭവങ്ങളും ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാറാണ് പതിവ്. ഗുഡ് മോർണിംഗ് മോത്തി. എന്തായാലും ഇക്കാര്യത്തിലാണ് വിശദമായൊരു പരിശോധന ആവശ്യമായിട്ടുള്ളത്. പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനി ഈ ആശുപത്രി രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ഇത് അമിതമായ രക്തസ്രാവത്തെ തുടർന്നുള്ള മരണം എന്നതാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഇനി ആ ചികിത്സാ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് എവിടെയാണ് ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകുകയുള്ളൂ. കാവ്യയുടെ 2ാമത്തെ പ്രസവമായിരുന്നു. 23-നാണ് അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 24-ാം തീയതി പ്രസവം നടക്കുകയും ചെയ്തു. സുഖപ്രസവമായിരുന്നു. പക്ഷേ ഈ ബ്ലീഡിംഗ് ഉണ്ട് എന്ന കാര്യം ആ വീട്ടുകാരെ അറിയിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിട്ട് വന്നത്. ഇപ്പോൾ